തിരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ കോൺഗ്രസും UDFും NDAയും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ വലിയ രീതിയിൽ അലയടിക്കുന്നു എന്നാണ് NDTVയുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം VD സതീശൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ സതീശ. അതായത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നു. ജനുവരി 19-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം UDF പിളർപ്പിലേക്കാണ് പോകുന്നത്. അതായത് UDFിൻ്റെ മുൻനിര നേതാക്കന്മാരെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നോടൊപ്പം ചേർത്ത് നിർത്തിയത് KC വേണുഗോപാലിനെയാണ്. KC ആണ് ഇനി UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി കേരളത്തിൽ വന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് തിരിച്ചുപോയത്. അതായത് ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാണ് VD സതീശൻ എല്ലാവരും പറയുന്നത്. പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന അതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ PR വർക്കുകാർ, VD സതീശൻ്റെ PR വർക്കുകാർ പറയുന്നത് അങ്ങനെയാണ്. VD സതീശൻ കേരളം കണ്ട മികച്ച പ്രതിപക്ഷ നേതാവാണത്രേ. അദ്ദേഹം പിണറായി വിജയനെയും CPM സർക്കാരിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തുന്ന ആളാണത്രേ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം കാറിൽ കയറാനായി സതീശൻ പോയപ്പോൾ സതീശനോട് രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ രാഹുൽ ക്യാമ്പ് നിർദ്ദേശിച്ചത് മറ്റൊരു വണ്ടിയിൽ വന്നാൽ മതി, എൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാനൊന്നും നീ വളർന്നിട്ടില്ല, ഞാൻ ഭാവി പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആളാണ്, ഭാവിയിലാണ് പ്രധാനമന്ത്രി ആകേണ്ട ആളാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം യാത്ര എന്നും ചെയ്യാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശനെ മാറ്റി നിർത്തി. അത് സതീശൻ ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ മങ്ങലാണ് ഏൽപ്പിച്ചത്. സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ വിചാരിച്ച് മനക്കോട്ട കെട്ടിയിരിക്കുന്ന സതീശനും സതീശൻ്റെ കൂടെയുള്ള ടീംസിനുമൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി അടുത്ത് വന്നാൽ കെ സുധാകരൻ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. നേരത്തെ KPCC അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പ്രോട്ടോകോൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തിരിക്കേണ്ട അദ്ദേഹമാണ്. ഒരു പക്വത ബഹുമാനം ഒക്കെ വേണമെങ്കിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം കണ്ണൂരിൻ്റെ ഒക്കെ ഈ VD സതീശൻ ഗർജിക്കുന്ന സിംഹമാണെന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും PR വർക്ക് നടത്തുന്നവരുമൊക്കെ പറയുള്ളൂ. പക്ഷേ കെ സുധാകരൻ അങ്ങനെയല്ല. അദ്ദേഹം അത് തന്നെയായിരുന്നു, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കെ സുധാകരനെ സീറ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സണ്ണി ജോസഫിനെ ആ കസേരയിലിരുത്തി. അതായത് സുധാകരന് എനിക്കൊരു വിലയുമില്ല, സുധാകരൻ പുറകിലിരുന്നാലും മുൻപിലിരുന്നാലും ഇനി ഇരുന്നില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നത്. ഇനി ശശി തരൂരിനെ കണ്ണിൽ പിടിക്കാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയൊക്കെക്കാൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ശശി തരൂരാണ്. ശശി തരൂരിനെ കാണാൻ ഓരോ ദിവസവും വരുന്ന ജനങ്ങളുടെ എണ്ണം അത്രത്തോളം വലുതെന്നാണ് പറയുന്നത്. കൃത്യമായ നിലപാടുകളുള്ള കേരളത്തിലെ ജനങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂരിനെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കയ്യടി കിട്ടുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപേ ശശി തരൂരിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അതങ്ങടച്ചു, ആ അധ്യായം അങ്ങടച്ചു. എല്ലാ നേതാക്കളെക്കുറിച്ച്, അതായത് ചെന്നിത്തലജി, കൊടിക്കുന്നിൽ സുരേഷ് ജി, സുധാകരൻ ജി, VD സതീശൻ ജി, KC വേണുഗോപാൽ ജി, അങ്ങനെ ജി ഏകദേശം 19 ജിമാരുടെ പേര് പറഞ്ഞിട്ട് ശശി തരൂർ ജിയുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് പുല്ല് വില പോലുമില്ല, എൻ്റെ അടുത്ത് നിൽക്കാൻ നീ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ് എന്ന് കൃത്യമായി പറയാതെ പറഞ്ഞുകൊണ്ട് ശശി തരൂർ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ മോദിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും അത് വിഡ്ഢിത്തരത്തിലൂടെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും മോദിയുടെ സർക്കാർ ജനാധിപത്യപരമായ സർക്കാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവരോട് കാണിച്ച നെറികേട് എത്രമാത്രമാണ് എന്ന്
കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ഈ കുത്തൊഴുക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും BJP-യിലേക്ക് പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും അധികാരത്തിന് വേണ്ടി, ഈ ലൂസിഫർ സിനിമയിൽ പറയുന്നത് പോലെ എല്ലിക്കഷ്ണം കിട്ടിയാൽ പട്ടികൾ കടികൂടുന്നത് പോലെയാണ് അധികാരത്തിന് വേണ്ടി UDF-ന്റെ കടികൂടക്കം എന്ന് പറയുന്നത്. ഗ്രൂപ്പിസവും അധികാരമോഹവും മാത്രമാണ് UDF-ന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ വയനാട് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അധികാരമില്ല, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അധികാരം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അടിച്ചു മാറ്റി കീശ വിറപ്പിക്കുവാനുള്ള ഒരു സംഗതിയല്ല. ബിസിനസ്സുകാർക്ക് ലാഭം കിട്ടുന്നത് പോലെയാണ് രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ അധികാരം എന്ന് പറയുന്നത്. കാരണം അധികാരം കിട്ടിയാൽ എത്ര വേണമെങ്കിലും അഴിമതി നടത്താം, അതിലൂടെ എന്ത് വേണമെങ്കിലും സമ്പാദിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അധികാരം വേണം. വയനാട് ചൂരൽമലയിൽ നിന്ന് പിരിച്ച ഫണ്ടൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, വയനാട് കനകേലുവിൻ്റെ നേതൃത്വത്തിൽ UDF-ന്റെ വിജയ സാധ്യതകളെ കുറിച്ച് നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ 7 സ്റ്റാർ ഹോട്ടലിലാണ് ഇവരൊക്കെ കഴിഞ്ഞുകൂടിയത്. ആ ഒരു ദിവസം ആ ഹോട്ടലിന് ഒരു റൂമിനും അല്ലെങ്കിൽ മൊത്തം ഒരു ദിവസം 25,000 രൂപ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ 3-4 ദിവസം കിടന്നു. അപ്പോൾ ഈ വയനാടിൻ്റെ ഫണ്ട് എങ്ങോട്ട് പോയി എന്നുള്ളതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്തായാലും KC ഇങ്ങനെ നിഴൽ പോലെ രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുകയാണ്. KCയുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. KC കുറേ നാൾ കൊണ്ടായി, ഏകദേശം 10 വർഷത്തോളമായി അതിങ്ങനെ ഉരുക്കി ഈ പപ്പനും വാസുവും മറ്റ് പലരും പോറ്റിയും തന്ത്രിയും ഒക്കെ ശബരിമലയിലെ സ്വർണം ഉരുക്കി കൊണ്ടുപോയതുപോലെ KC ഇങ്ങനെ മനസ്സിലിട്ട് ഉരുക്കി എടുക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതിന് രാഹുൽ ഗാന്ധി എത്രത്തോളം സുഖിപ്പിച്ച് പതപ്പിച്ച് കുളിപ്പിച്ച് കിടത്താൻ കഴിയുമോ അതിൻ്റെയൊക്കെ മാക്സിമം അങ്ങേയറ്റം വരെ KC വേണുഗോപാൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. അതുകൊണ്ട് 51% പേര് LDF വരണ്ട എന്നാണ് പറയുന്നത്. മാത്രമല്ല UDF-ന് ഏകദേശം 32-ൽ കൂടുതൽ ശതമാനം വോട്ട് കിട്ടുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കണക്കുകളാണ്. രമേശ് ചെന്നിത്തലയുടെ പേരൊന്നും ഇതിൽ വരാത്തതുകൊണ്ട് ചെന്നിത്തല വളരെ അസ്വസ്ഥനാണ്. ചെന്നിത്തല പറയുന്നത് ജോലിയും കൂലി ഇല്ലാത്തവർ ഇരുന്ന് പലതും പറയും, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിന് മുൻപേ പിണറായി വിജയൻ സർക്കാർ ഇനി വരില്ല എന്നുള്ള പ്രവചനം നടത്തിയതിന് ശേഷം വീണ്ടും ഒരു കിറ്റ് കൊണ്ട് പിണറായിക്ക് ജനങ്ങളെ കയ്യിലെടുക്കാനും വീണ്ടും അധികാരത്തിലേറാനും കഴിഞ്ഞുവെങ്കിൽ വീണ്ടും UDF-നേക്കാൾ സാധ്യതയുള്ളത് LDF-ന് തന്നെയാണ്. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഈ എല്ലിങ്കഷണത്തിന് വേണ്ടി, അതായത് അധികാരത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന കടിവലി കൂടി ഇത്തരത്തിൽ നാണം കെട്ട് ഗ്രൂപ്പിസം കളിച്ച് അഴിമതി നടത്തി കേരളത്തെ ഇങ്ങനെ തകർക്കുന്നതിൽ നല്ലത് LDF തന്നെ മതി. കാരണം അവിടെ പിണറായി വിജയൻ എന്നൊരൊറ്റ ആളേ ഉള്ളൂ. പിണറായി വിജയൻ പറയുന്നതാണ് അവിടെ അവസാന വാക്ക്. പണ്ട് CPM എന്ന് പറയും, ഇപ്പോൾ പിണറായിയുടെ പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായി വിജയൻ മാത്രം തീരുമാനിച്ചാൽ മതി കാര്യങ്ങൾ. UDF വന്നാൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ടാകും. ജനങ്ങളുടെ കാര്യം അപ്പോഴും സോക. അതുകൊണ്ട് ഏതൊക്കെ സർവേ ഫലങ്ങൾ വന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേരള വരവ് ഒരുപക്ഷെ UDF-ന്റെ ഉള്ളിൽ തന്നെ വലിയൊരു പടലപ്പിണക്കത്തിലേക്കും പിളർപ്പിലേക്കുമൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അടവ് തെറ്റി രാഹുൽ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.